കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ പടിഞ്ഞാറേക്കോട്ടയ്ക്കും കൈതമുക്കിനും മധ്യേയുള്ള റോഡിൽ പള്ളിയടക്ക മുക്കിനടുത്താണ് പുണ്യപുരാതനമായ പുന്നപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭൗതിക ശരീരം സംസ്കരിച്ചിരുന്ന സ്ഥലമാണ് പള്ളിയടക്കമുക്ക് എന്നറിയപ്പെടുന്നത്. കുട്ടിക്കാലത്ത് ഉണ്ണികൃഷ്ണൻ അമ്മയുമൊത്ത് കളിക്കാൻ വന്നു എന്നും നേരം വൈകിയപ്പോൾ പോകാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കളി തുടരുകയായിരുന്നു എന്ന് ഐതിഹ്യം. പിന്നെ വരാം എന്ന് ഭഗവാൻ പറഞ്ഞതിൽ നിന്നുമാണത്രേ ഈ സ്ഥലത്തിന് പുന്നപുരം എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. പുണ്യപുരമാണ് പുന്നപുരമായതെന്നും മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട്. ഒരിക്കൽ ഇവിടം നിറയെ പുന്നമരങ്ങളായിരുന്നുവെന്നും അതിൽ നിന്നും കിട്ടുന്ന എണ്ണ ഈ പ്രദേശമാകെയുള്ള ക്ഷേത്രങ്ങളിൽ വിളക്ക് കൊളുത്തുവാനായി ഉപയോഗിക്കുകയും അങ്ങനെ പുണ്യപുരമായിരുന്ന ഈ സ്ഥലം ഇന്നത്തെ പുന്നപുരമായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു. ചുറ്റുമതിലിനകം വിസ്തൃതമായ ക്ഷേത്രപ്പറമ്പ്, തേരിന്റെ ആകൃതിയിലുള്ള കമനീയമായ ശ്രീകോവിൽ, അതിനോട് ചേർന്ന് മണ്ഡപം. മനോഹരമായ ആനക്കുട്ടിലും കൊട്ടിയമ്പലവുമുണ്ട്. ഈശാന കോണിൽ കുളമുണ്ടായിരുന്നു, കൽപ്പടവുകൾ ഉണ്ടായിരുന്നു, അതിപ്പോൾ നികന്നുപോയി. പ്രധാന ദേവൻ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയായി കിഴക്കോട്ട് ദർശനമേകുന്നു. കന്നിമൂലയിൽ ഗണപതി. നാലമ്പലത്തിന് പുറത്ത് അരശിനോട് ചേർന്ന് നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠകൾ. അതിന്റെ തൊട്ടു പുറകിലായി ബ്രഹ്മരക്ഷസുമുണ്ട്. വിശേഷാൽ ദിവസങ്ങൾ ഒഴികെ ബാക്കി ദിവസങ്ങളിൽ തിരക്കുകളില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ നിശബ്ദത, ശാന്തത, ഇതൊക്കെ തന്നെ മതിയാകും ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് മാത്രം ഉറപ്പിച്ച് ആദികളും വ്യഥകളുമൊക്കെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് മനസ്സ് ധ്യാനാത്മകമാക്കാൻ.
രാവിലെ 5 മുതൽ 10:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ദർശന സമയം. പാൽപായസം പ്രധാന വഴിപാട്. എല്ലാ വ്യാഴാഴ്ചയും വിശേഷം. വൃശ്ചിക മാസച്ചിറപ്പ്, കുചേല ദിനം, നാരായണീയ ദിനം തുടങ്ങിയവ വിപുലമായി ആഘോഷിച്ചു വരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം നാരായണീയ പഠന ക്ലാസ് നടക്കുന്നുണ്ട്. ഭാഗവത സപ്താഹ യജ്ഞവും നടക്കാറുണ്ട്. 2006 അഷ്ടബന്ധ കലശവും നടക്കുകയുണ്ടായി. ജന്മദിന ഉത്സവവും പ്രതിഷ്ഠാദിനവും ആഘോഷിക്കുന്നു. അഷ്ടമി രോഹിണിക്ക് 3 ദിവസത്തെ ഉത്സവവും അഷ്ടമി രോഹിണി ദിവസം രാത്രിയിൽ അലങ്കാര ദീപാരാധനയോടുകൂടി ആനപ്പുറത്ത് എഴുന്നള്ളിപ്പും വെടിക്കെട്ടും നടക്കും. അപ്പോൾ തീപ്പന്തങ്ങളുടെ ചെന്തി വെളിച്ചം വീശി ക്ഷേത്രപ്പറമ്പിൽ ആഹ്ലാദ തിമിർപ്പോടെ ഭക്തജനങ്ങളുടെ ആരവം ഉയരും. രാത്രി 1 മണിയോടെ 1 വർഷത്തെ കാത്തിരിപ്പിന്റെ അന്ത്യമാകും. ദ്വാപരയുഗത്തിൽ അമ്പാടിക്കണ്ണൻ അമ്മയുമായി ഓടിക്കളിച്ചു നടന്ന സ്ഥലമാണ് ഇതെന്ന വിശ്വാസമാകാം ക്ഷേത്ര അങ്കണങ്ങളും ശ്രീകോവിലുമൊക്കെ കുട്ടികൾക്ക് ഇത്രയേറെ പ്രിയപ്പെട്ടതാവുന്നു. ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണത്രേ. അവരിങ്ങനെ ഓടിക്കളിച്ചും പൊട്ടിച്ചിരിച്ചും കുസൃതികൾ കാണിച്ചും അമ്പാടിക്കണ്ണനെ പോലെ ഇവിടം ഒരു വൃന്ദാവനമാക്കുന്നു. അഹങ്കാരബോധങ്ങളില്ലാത്ത നിഷ്കളങ്കമായ മനസ്സ് തന്നെയാണല്ലോ ഈ കുഞ്ഞുങ്ങൾക്കും. അതുകൊണ്ട് തന്നെ കുട്ടിക്കണ്ണന്റെ നീലിമയാർന്ന ചിരിയോടെ ഭഗവാൻ ഈ ഓരോ കുഞ്ഞുങ്ങളിലൂടെയും ഇവിടം ഒരു ഗോകുലമാക്കുന്നു. ഞാനെന്ന സർവഭാവവും വെടിഞ്ഞ് നീ തന്നെ സർവം എന്നു പറയുന്ന നിഷ്കളങ്കതയിലേക്കും നിർമ്മലതയിലേക്കും തന്നെയാണല്ലോ ഭഗവാനെന്നും തന്റെ കൃപാസ്പർശമേൽപ്പിക്കുന്നതും. പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉജ്ജ്വല പ്രതീകമായ പാർത്ഥസാരഥി രൂപം കർമ്മകുശലതയും നിഷ്കാമ കർമ്മവും മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും മാതൃകയായ ഭഗവത്ഗീത പ്രബോധകൻ കൂടിയായ ഭഗവാന്റെ പാർത്ഥസാരഥി രൂപം ദർശിക്കുന്നതിലൂടെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കർമ്മ മാലിന്യങ്ങളിൽ നിന്നും കർമ്മപാപങ്ങളിൽ നിന്നും നമ്മെ മോചിതരാക്കുവാനുള്ള ആത്മജ്ഞാനത്തിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാൻ കഴിയുന്നു. പ്രേമസ്വരൂപനായ ഭഗവാൻ അമ്പാടിക്കണ്ണനായി വൃന്ദാവനത്തിലെ ഇലകളെയും പൂക്കളെയും എന്നു വേണ്ട അവിടത്തെ ഓരോ മൺതരികളെയും തന്റെ പ്രേമത്താൽ അനശ്വരമാക്കുന്നു. കാരണം ഭക്തവത്സലനായ ഭഗവാനെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായി എന്നും എക്കാലത്തും സ്നേഹിച്ചിരുന്നത് വൃന്ദാവന നിവാസികളായിരുന്നു. സായാഹ്നമായപ്പോൾ ആകാശത്തിനും ഒരു നീലിമ. ആകാശവും വായുവും നക്ഷത്രങ്ങളും
അങ്ങനെ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ ചൈതന്യമാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരു ഭക്തനും ഈ മേഘങ്ങൾക്കപ്പുറത്തെ ദൈവ ചൈതന്യവും തിരിച്ചറിയുവാൻ കഴിയുന്നു. കൃഷ്ണന്റെ ഒരു കുഞ്ഞു ക്ഷേത്രം, കുറച്ചു ഭക്തർ, ചെറിയ സന്ധ്യാവിളക്കുകൾ, ആനന്ദാത്മകമായ നിശബ്ദ സൗന്ദര്യം എന്നൊക്കെ കാൽപ്പനികമായി പറയുന്നതുപോലെ അത്രമേൽ മനോഹരമാണ് പുന്നപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. സന്ധ്യാവിളക്കുകൾ കൊളുത്തുകയായി. മനസ്സുകളിലെ ഇരുളുകളിലേക്ക് പ്രകാശം പരത്തി ദീപാലങ്കാരങ്ങൾക്കിടയിൽ ഇനി ഭഗവാനെ ദർശിക്കാം. അമ്പാടിക്കണ്ണനായി, കൃഷ്ണനായി, പാർത്ഥസാരഥിയായി, നമ്മുടെ സന്തത സഹചാരിയായി. ഓം നമോ നാരായണായ. പുന്നപുരം ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ പൂർണ്ണമാകുന്നു.